എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റി ചർമ്മം വെളുക്കാന്താ ഇതുപോലെ എന്താണെന്നുള്ളത് ഞാൻ പറയാം. നിങ്ങളുടെ അടുക്കളയിൽ കോഫി പൗഡർ ഉണ്ടോ? കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി. കോഫി പൗഡർ കൊണ്ട് ചർമ്മം വെളുപ്പിക്കാം. ചർമ്മത്തിനകത്തുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും തുടച്ചു മാറ്റി ചർമ്മത്തിന് നല്ല പോലെ ഗ്ലോ നൽകാനും ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്ന കോഫി കൊണ്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. കോഫി നമ്മുടെ ചർമ്മത്തിന് എന്തുമാത്രം മാറ്റം നൽകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കോഫി പൗഡറിന്റെ കൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് ചർമ്മത്തിൽ തേച്ച് കഴിഞ്ഞാൽ ചർമ്മത്തിന് ഒരു മാറ്റം നൽകാൻ സാധിക്കുന്നതാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഉറപ്പായിട്ടും നിങ്ങളുടെ ചർമ്മം വെളുക്കാനായിട്ട് ഇനി വേറെ ഒന്നും തന്നെ വേണ്ട. ഇത് നിങ്ങൾ ചെയ്താൽ മതി. എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. പലരെയും പലതരം പ്രശ്നങ്ങളും ചർമ്മത്തിൽ അലട്ടാറുണ്ട്. ചർമ്മത്തിനകത്തുണ്ടാകുന്ന നിറക്കുറവ്, ചർമ്മത്തിൻ്റെ പിമ്പിൾസും ടാനും പിഗ്മെൻറ്റേഷനും ചർമ്മത്തിൻ്റെ ഡിസ്കളറേഷനും ഒക്കെ, അതൊക്കെ മാറ്റാൻ നമ്മുടെ കോഫി പൗഡർ കൊണ്ട് സാധിക്കും. കോഫി പൗഡർ മാത്രമല്ല, അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി വേണം. അതെല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ ചർമ്മത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചർമ്മത്തിൻ്റെ തിളക്കം ഉണ്ടല്ലോ, നിങ്ങളെപ്പോലും ഞെട്ടിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സമയം കളയണ്ട, നമുക്ക് ആ കോഫിയുടെ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. തൈര് പല രീതിയിലും നമുക്ക് തൈര് കൊണ്ട് പല കാര്യങ്ങളും ഉണ്ടാക്കാനൊക്കെ സാധിക്കും. തൈര് നമുക്ക് കഴിക്കുന്നതും ഒക്കെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ചർമ്മത്തിന്റെ ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാം. അതിന് മുന്നേ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അതായത് ഒരു നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി എടുക്കണം. ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ട തൈര് എന്ന് പറയുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ആണ് തൈര് വേണ്ടത്. തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചേക്കുന്നത്. ഇനി ഇതൊന്ന് തുണി വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇതിനകത്തേക്ക് അങ്ങ് വീഴും. അപ്പോൾ നമുക്ക് ആ വെള്ളം അങ്ങ് കളയണം. അതിൻ്റെ ആ ഒരു കട്ട ഇത് മാത്രം മതി. അതങ്ങ് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ഇതങ്ങ് കളഞ്ഞ് എടുക്കട്ടെ. അങ്ങനെ അത് കളഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന സംഭവമാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്കൊരു പാത്രത്തിൽ, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. വെള്ളം ഒരു തള്ളി ഇല്ല ഇതിനകത്ത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ ക്യാരറ്റിൻ്റെ ഗ്രേറ്റ് ചെയ്തേക്കുന്ന ജ്യൂസാണ്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഞാൻ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ജ്യൂസ് ചേർക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ആണ് ക്യാരറ്റ് ജ്യൂസ് ചേർക്കേണ്ടത്. അങ്ങനെ ക്യാരറ്റ് ജ്യൂസ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. ഇതൊരു ക്രീം രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം. അലവേറ ജെല്ലും നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിന്നൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. കൂടുതൽ ആൻറ്റി ഓക്സൈഡുകളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ അലവേറ ജെല്ലിൽ. 1 ടേബിൾ സ്പൂൺ ആണ് അലവേറ ജെല്ല് ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ആക്കാം. അപ്പോൾ ഇങ്ങനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടി ചേർക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ വേണമെന്നില്ല, സാധാരണ കോഫി പൗഡർ നിങ്ങൾക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ആണ് കോഫി പൗഡർ ചേർക്കേണ്ടത്. എന്തായാലും കോഫി പൗഡർ ഞാൻ ചേർക്കട്ടെ. അങ്ങനെ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല പോലെ ഇതങ്ങ് മിക്സ് ആക്കാം. ഇനി നല്ല പോലെ നമുക്ക് മിക്സ് ആക്കാം. അപ്പോൾ ഇതൊരു പിരിഞ്ഞ രീതിയിലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് വിചാരിക്കരുത്. ഇതാണ് നമുക്ക് വേണ്ടത്. ശർക്കര വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഈയിടയ്ക്ക് വൈറലായതൊക്കെ അറിയാമല്ലോ, അതും പിരിഞ്ഞ രീതിയിലല്ലേ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടിയില്ല. അതിനെക്കാട്ടിലും ഒക്കെ ഇരട്ടിയാണ് ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും ഞാൻ ഇട്ടിട്ട് റിസൾട്ട് നിങ്ങളെ കാണിക്കാം. എൻ്റെ കൈകളിലേക്കാണ് ഇടുന്നത്. കൈകളുടെ കളർ നിങ്ങൾ കണ്ടല്ലോ. ഈ കൈകളിലേക്ക് ഇട്ടിട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതേപോലെ ഇരിക്കും. ഇത് ഇട്ടിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് പിടിപ്പിക്കുമ്പോഴത്തേക്ക് അത് സ്കിന്നിലേക്ക് നല്ല പോലെ ഇതായി മാറും. സ്കിന്നിലേക്ക് അങ്ങ് പിടിക്കും. നല്ല പോലെ നമുക്ക് മസാജ് ചെയ്ത് പിടിപ്പിക്കാം.
അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതങ്ങ് പിടിക്കാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിത് തുടയ്ക്കാം. എന്തായാലും നമുക്ക് കാണാം എന്താണ് റിസൾട്ട് എന്നുള്ളത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരമായിട്ടുണ്ട്. നമുക്കിത് തുടയ്ക്കാം. തുടയ്ക്കുമ്പോഴുള്ള ചർമ്മത്തിൻ്റെ ആ ഒരു ചേഞ്ചസ് നിങ്ങൾ കണ്ടോ? അടിപൊളിയായിട്ട് ചർമ്മത്തിന് നിറം വെച്ചിട്ടുണ്ട്. ഒരു തുണിയുടെ വെച്ച് ഞാൻ തുടച്ച് കാണിക്കാം. കണ്ടോ? നല്ല പോലെ മാറിയിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത്രയും ചേഞ്ച് ആണെങ്കിൽ ഇത് നിങ്ങൾ മുന്നോട്ടും ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിനുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങളെപ്പോലും ഞെട്ടിക്കും. എൻ്റെ മറ്റേ കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടു. അടിപൊളിയാണ് ഈ പാക്ക്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചേഞ്ചസ് നിങ്ങൾക്ക് നല്ല പോലെ കിട്ടും. നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് ടാനും പിഗ്മെന്റേഷനും ചർമ്മത്തിന്റെ ഡിസ്കളറേഷനും ഒക്കെ മാറ്റാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. കണ്ടല്ലോ എന്തൊക്കെ വേണം എന്നുള്ളതും കോഫി പൗഡറിന്റെ കൂടെ ചെയ്തിട്ടുള്ള റിസൾട്ടും കണ്ടോ? നിങ്ങൾ പോലും ഞെട്ടിയോ റിസൾട്ട് കണ്ട്? ഞാൻ തന്നെ ഞെട്ടിയതാണ് ഇതിന്റെ റിസൾട്ട് കണ്ടിട്ട്. ഉറപ്പായിട്ട് നിങ്ങളുടെ ചർമ്മം വെളുക്കാൻ ഈ പറയുന്ന പോലെ ചെയ്താൽ മതി. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കും. ഞാൻ അതിന്റെ മറുപടി പറയുന്നതാണ് കേട്ടോ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.